ഗുണഭോക്താക്കളുടെ എണ്ണ അപേക്ഷ വരുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുക. ഇത് കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു കോടതി വിധിയുടെ ഭാഗമായി ഈ പ്രശ്നമുള്ള 11 ചട്ടങ്ങൾ എല്ലാവരെയും ബാധിക്കും. എല്ലാവർക്കും ഇതിൻ്റെ ഗുണഫലം ഉണ്ടാവും. റെഗുലറൈസേഷനാണ്. നേരത്തെ CM പറഞ്ഞു പെർമിഷന് വരാൻ പോകുന്നുള്ളൂ. റെഗുലറൈസേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഭൂമിയിൽ റെഗുലറൈസ് ചെയ്യേണ്ട എല്ലാ കോൺട്രവെൻഷൻസും നമ്മൾ ഇതോടുകൂടി റെഗുലറൈസ് ചെയ്യും. അത് എത്രയാണോ അത്രയും പറ്റും. ഭൂമിക്കാണ് റെഗുലറൈസേഷൻ. ഈ ഭൂമിയിൽ നിങ്ങളിപ്പോൾ അച്ഛനച്ഛൻ്റെ കാലം മുതൽ ഹെറിഡിറ്ററി ആയി കിട്ടിയ ഭൂമിയാകാം, സെയിൽ ഡീഡിലൂടെ കൈമാറി കിട്ടിയ ഭൂമിയാകാം. ആ ഭൂമിയിൽ പട്ടയത്തിൽ പറയുന്ന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ ആരുടെ ഉടമസ്ഥയിലാണെങ്കിലും അതിന് രേഖയുണ്ടായാൽ മതി. വളരെ ക്ലിയർ അല്ലേ? അല്ല, ഞാൻ ചോദിച്ചത് വളരെ സിമ്പിളല്ലേ ചോദ്യം. ഇപ്പം നമ്മൾ ചെയ്ത കുറ്റത്തിന് റെഗുലറൈസ് ചെയ്യുന്നു. ഇനി ചെയ്യാൻ പോകുന്ന കുറ്റത്തിന് ഇതിനകം ലഭ്യമായിട്ടുള്ള ഭൂമിയിൽ പെർമിഷൻ കൊടുക്കുന്നു. പെർമിഷന് വേറെ ചട്ടം വരും. അതെ. നമ്മൾ നിയമം ഭേദഗതി ചെയ്യുമ്പോൾ 4A1 4A2 എന്ന് പറഞ്ഞ 2 എണ്ണമാണ് ചെയ്തത്. ഒന്ന് റെഗുലറൈസേഷൻ ഓഫ് കോൺട്രവെൻഷൻസ് ആണ്. മറ്റൊന്ന് ഈ ചട്ടം നിയമം വന്ന തീയതി മുതൽ കയ്യിലിരിക്കുന്ന ഭൂമിയിൽ പുതിയതായി എന്തെങ്കിലും ചട്ടവിരുദ്ധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അനുവാദം കൊടുക്കലാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ 11 ചട്ടങ്ങളിൽ 960 ഭൂപതിവ് നിയമത്തിൻ്റെ ഭാഗമായി പുറത്തിറങ്ങിയിട്ടുള്ള 11 ചട്ടങ്ങളിലും ഈ പുതിയ ചട്ടം ബാധകമാകും. 93 ഉൾപ്പെടെ. ക്രമപ്പെടുത്തൽ നിയമപരമായി നടക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പാരിസ്ഥിതികമായ അനുവാദം കിട്ടി നിയമപരമായിട്ടുള്ള ഭൂമിയിൽ നടക്കുന്ന, പക്ഷേ പട്ടയത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം അല്ലാത്ത വിധം. ഉദാഹരണത്തിന് 64 പട്ടയത്തിലാണെങ്കിൽ കൃഷി, വീട്, അനുബന്ധ കാര്യങ്ങൾ ഇത് 3 പറ്റുള്ളൂ. അതല്ലാതെ ഒരു സ്ഥാപനം വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെഗുലറൈസ് ചെയ്യും. എന്നാൽ നിയമവിരുദ്ധമായിട്ടൊരു സംവിധാനമാണ് കൊണ്ടുവന്നെങ്കിൽ നമുക്ക് റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉറപ്പായിട്ടും വ്യവസ്ഥ ലംഘിച്ചതിന് നിയമപരമായ നടപടിയുണ്ട്. അതിൽ അകാല കൈമാറ്റം സാധൂകരിക്കാനുള്ള നടപടി മാത്രമേ ഇതിൻ്റെ ഭാഗമായിട്ട് വരുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.